ദേശീയ വാർത്തകൾ. വോട്ടിംഗ് ക്രമക്കേടുകൾ. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ക്രമക്കേടുകൾ തുറന്നുകാട്ടാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അത്താഴവിരുന്നിൽ 25 പാർട്ടികളുടെ നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചു. ട്രംപും ഇന്ത്യയും. അമേരിക്കയുടെ അധിക തീരുവ നടപടികളെ തുടർന്ന് രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. പ്രതിരോധ ഇടപാടുകൾ നിർത്തിവച്ചേക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. മസ്തിഷ്കജ്വരം. സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിന് സമാനമായ പോരാട്ടം 6 വർഷം മുൻപ് അടൂർ പ്രകാശ് നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. പാലിയേക്കര ടോൾ പിരിവ്. പാലിയേക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ പ്രതിയായ അറ്റൻഡറെ പിരിച്ചുവിട്ടു. പ്രവാസി വാർത്തകൾ. സൂര്യഗ്രഹണം. 100 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം സംഭവിക്കുമെന്നും പകൽ സമയത്ത് ഇരുട്ടിലാവുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിദേശത്ത് മരിച്ച മലയാളി യുവതി. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് UAEയിൽ ഒരു മലയാളി യുവതി മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്കിഷ്ടപ്പെട്ട വാർത്താ ചാനലുകളോ പത്രങ്ങളോ പിന്തുടരാവുന്നതാണ്.